പട്ടാപ്പകൽ വൻ സ്വർണ്ണ കവർച്ച. സ്വർണ്ണ വ്യാപാരിയും സുഹൃത്തിനെയും ആക്രമിച്ച് 2.5 കിലോ സ്വർണം കവർന്നെടുത്തു. കോയമ്പത്തൂരിൽ നിന്നും കാറിൽ കൊണ്ടുവരികയായിരുന്ന സ്വർണ്ണാഭരണങ്ങളാണ് 3 കാറുകളിലായി പിന്തുടർന്നെത്തിയ സംഘം ആക്രമിച്ച് കവർന്നത്. കവർച്ചയുടെ CCTV ദൃശ്യങ്ങൾ 24-ന്. പട്ടാപ്പകൽ നടുറോഡിൽ കൊള്ള എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. അത്തരമൊരു കൊള്ളയാണ്, സിനിമാ രംഗമാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലൊരു കൊള്ളയാണ് നടന്നത്. എത്ര അപകടകരമായിട്ടും കൊള്ളകൾ നടത്താൻ നമ്മുടെ പബ്ലിക് റോഡിൽ കഴിയുന്നു എന്നുള്ളത് നമ്മളെ ആശ്ചര്യപ്പെടുന്നു, അത്ഭുതപ്പെടുന്നു. എന്ത് സുരക്ഷയാണ് നമുക്കൊക്കെ പൊതു റോഡിലുള്ളത് എന്നുകൂടി നമ്മൾ സംശയിക്കുന്നു. സൂരജ് സജി വിവരങ്ങളുമായി ചേരുകയാണ് തൃശ്ശൂരിൽ നിന്ന്. സൂരജ് സജി, ഈ പട്ടാപ്പകൽ കൊള്ള നടത്തിയ ആളുകളെ പിടികിട്ടിയോ? ഈ പ്രതികൾ ആരൊക്കെയാണ് എന്നെന്തെങ്കിലും സൂചനകൾ ലഭിച്ചോ? ദേശീയപാതയിലാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ പട്ടാപ്പകൽ സ്വർണ്ണക്കവർച്ച നടന്നിരിക്കുന്നത്. ആരെയും അമ്പരപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ 11:45 കൂടിയായിരുന്നു ഈ സംഭവം നടക്കുന്നത്. കുതിരാന് സമീപം കല്ലുടുക്കിൽ വെച്ച്, അതായത് സ്വർണ്ണ വ്യാപാരിയായിട്ടുള്ള തൃശൂർ സ്വദേശികളുടെ സ്വർണ്ണമാണ് കവർന്നത്. തൃശൂർ കിഴക്കേക്കോട്ട സ്വദേശിയായിട്ടുള്ള അരുൺ സണ്ണിയും അതുപോലെ തന്നെ പോട്ട സ്വദേശിയായിട്ടുള്ള റോജിയും ഇരുവരും കോയമ്പത്തൂരിൽ ഈ സ്വർണ്ണാഭരണങ്ങൾ നിർമ്മിച്ച് അവിടെ നിന്ന് ഈ 2.5 കിലോ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങി വരികയായിരുന്നു. ഇതിനിടയിൽ ഇവരെ 3 വാഹനങ്ങൾ ഈ ദേശീയപാതയിൽ പിന്തുടർന്നെത്തുന്നത്. പിന്നീട് കുതിരാന് സമീപത്ത് കല്ലിടുക്ക് വെച്ച് ഈ വാഹനങ്ങൾ ഇവരെ തടയുന്നു. അതിൽ 2 ഇന്നോവയുണ്ട്, അതുപോലെ തന്നെ ഒരു റെനോൾട്ട് വാഹനം. ഇവർ ഈ 3 വാഹനങ്ങൾ വളഞ്ഞിട്ട് ഇവരെ പിടികൂടുകയായിരുന്നു. ആ സമയത്ത് ഈ അക്രമികളുടെ കയ്യിൽ, കവർച്ചക്കാരുടെ കയ്യിൽ ഒരു ചുറ്റികയും കൈക്കോടാലിയും ഉണ്ടായിരുന്നു. ഇതിൽ ചുറ്റിക ഉപയോഗിച്ച് ഇരുവരെയും മർദ്ദിച്ചു. കൈക്കോടാലി ഉപയോഗിച്ച് വെട്ടുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് ഈ 2.5 കിലോ സ്വർണം ഇവരുടെ വാഹനത്തിൽ നിന്ന് കവരാൻ ശ്രമം നടത്തിയത്. ഒടുവിൽ ഇവർ അതിന് വഴങ്ങാതിരുന്നതോടുകൂടി ഇവരെ വാഹനത്തിൽ നിന്ന് പിടിച്ച് പുറത്തിടുകയും പിന്നീട് ഇവർ സഞ്ചരിച്ചിരുന്ന സ്വിഫ്റ്റ് കാറിൽ ഈ 2.5 കിലോ സ്വർണവുമായി ആദ്യ സംഘം കടന്നു. പിന്നീട് തൊട്ടു പുറകിലുണ്ടായിരുന്ന മറ്റു കാറുകളിലുണ്ടായിരുന്ന സംഘം ഇവരെ രണ്ടുപേരെയും ഇവരുടെ വാഹനങ്ങളിലേക്ക് കയറ്റി അതിക്രൂരമായി മർദ്ദിച്ചു. അതിനുശേഷം ഈ ദേശീയപാതയിൽ തന്നെ, അതായത് ശ്രദ്ധിക്കണം, ഈ സംഭവം നടക്കുന്ന കുതിരാനിലാണ്. കുതിരാനിൽ നിന്ന് മണ്ണൂത്തി വരെ ഇവരെ മർദ്ദിച്ചു. ഈ അരുൺ സണ്ണിയെ പാലിയക്കരയിൽ വെച്ച് ഇറക്കി വിട്ടു. അതിനു മുൻപ് തന്നെ പുത്തൂരിൽ വെച്ച് ഈ റിജോയും ഇറക്കി വിട്ടു. അങ്ങനെ 2 ഇടങ്ങളിൽ ഇവരെ മർദ്ദിച്ചുപേക്ഷിക്കുകയായിരുന്നു. പക്ഷേ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിന്റെ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. അതും ദേശീയപാതയിലാണ് ഇത്തരത്തിൽ പട്ടാപ്പകൽ 2.5 കിലോ സ്വർണം, അതും വാഹനം തടഞ്ഞു നിർത്തി ആക്രമിച്ചത്. ആ സമയം ദൃശ്യങ്ങളിൽ കാണാം നിരവധി വാഹനങ്ങളുണ്ട്. അങ്ങനെ തിരക്കേറിയ ഒരു ദേശീയപാതയിൽ കവർച്ച നടന്നു എന്ന് പറയുന്നത് നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങളോട് പോലുമുള്ള വെല്ലുവിളിയാണ്. അതുകൊണ്ട് തന്നെ പോലീസിനെ സംബന്ധിച്ച് അത് ഗൗരവമായി തന്നെയാണ് പോലീസ് കണക്കിലെടുത്തിട്ടുള്ളത്. പ്രതികളെ അധികം വൈകാതെ കണ്ടെത്താൻ കഴിയുമെന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്ന എസ്കേ. സൂരജ്, യഥാർത്ഥത്തിൽ ഈ മോഷണത്തെക്കുറിച്ച്, ഈ പട്ടാപ്പകൽ കവർച്ചയെക്കുറിച്ച് പോലീസിന് ഉടൻ തന്നെ വിവരം ലഭിച്ചോ? കാരണം പ്രത്യേകിച്ച് ഈ CCTV ദൃശ്യങ്ങൾ എപ്പോഴാണ് പുറത്തു വന്നത്? ഈ ദൃശ്യങ്ങൾ അനുസരിച്ച് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ നടക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കവർച്ചയാണ് നടന്നിരിക്കുന്നത്. വണ്ടികൾ തടഞ്ഞിട്ട് അതിൽ നിന്ന് ആളുകളെ ആക്രമിച്ച് സ്വർണം അപഹരിച്ചു കൊണ്ടുപോവുക. അപ്പോൾ അവിശ്വസനീയം, സംതിങ് ഷോക്കിംഗ്. നമ്മുടെ ലോ ആൻഡ് ഓർഡർ കാര്യങ്ങൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത് നമ്മളെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നു. തീർച്ചയായും ഈ ദേശീയപാതയിലൂടെയൊക്കെ രാത്രി സഞ്ചരിക്കുന്ന ആളുകളുണ്ട്, കുടുംബത്തോടൊപ്പം എല്ലാം സഞ്ചരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ സുരക്ഷ എന്തായിരിക്കും എന്നുള്ളതാണ് ചോദിക്കുന്നത്. പകൽ 11:45 തിരക്കേറിയ ഒരു ദേശീയപാതയിൽ, അതും മണ്ണൂത്തി പോലൊരു സ്ഥലത്ത്, കുതിരാൻ പോലൊരു സ്ഥലത്ത് വെച്ചിട്ട് ഇത്തരത്തിലൊരു കവർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങളെ, പോലീസ് സംവിധാനങ്ങളെ, ഭരണകൂടത്തെ തന്നെ വെല്ലുവിളിക്കുന്ന ഒരു തരത്തിലുള്ള കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് CCTV ദൃശ്യങ്ങൾ ഇന്നലെയോടുകൂടി തന്നെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഈ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ്
തന്നെയാണ് പോലീസിന്റെ അന്വേഷണം ഊർജിതമാക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം SKN ഈ കല്ലിടുക്കിൽ വെച്ച് ഈ കവർച്ച നടക്കുന്നു. അതിനുശേഷം ഈ രണ്ടു പേരെയും ഈ കവരാൻ വന്ന സംഘങ്ങൾ, കവർച്ചാ സംഘം ഈ വാഹനത്തിൽ കയറ്റിക്കൊണ്ടു പോവുകയാണ്. എന്നിട്ട് ഈ ദേശീയപാതയിൽ തന്നെ വച്ച് മർദ്ദിക്കുന്നു. ഇവർക്ക് ഈ വാഹനത്തിനകത്ത് വെച്ച് മർദ്ദനമെല്ലാം ഏൽക്കുന്നുണ്ട്. ആ സമയത്തൊന്നും തന്നെ ഇത് പോലീസ് അറിയുന്നില്ല എന്നുള്ളതാണ്. ഈ യാത്രയിലുടനീളം, അതായത് ഈ കുതിരാനിൽ നിന്ന് നമ്മുടെ പാലിയേക്കര വരെയുള്ള യാത്രക്കിടയിൽ പല സ്ഥലങ്ങളിലും ഈ ഹൈവേ പോലീസിന്റെ പെട്രോളിംഗ് സംഘങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലമാണ്. അവിടെ വച്ചാണ് ഈ സ്വർണം കവരുന്നു. അതിനുശേഷം ഇവരെ മർദ്ദിച്ച് വാഹനത്തിൽ കയറ്റുന്നു. ഈ വാഹനത്തിൽ കയറ്റിക്കൊണ്ടു പോകുന്നു. അതിൽ അരുണിനെ പാലിയേക്കര എത്തുന്നത് വരെ, അരുണിനെ പുത്തൂര് വരെ വലിയ രീതിയിൽ മർദ്ദിച്ചു. പുത്തൂരിലാണ് അരുണിനെ ഇറക്കി വിടുന്നത്. അതുപോലെ തന്നെ റിജോ തോമസിനെ ആകട്ടെ ഇറക്കി വിടുന്നത് പാലിയേക്കര ടോൾ പ്ലാസയ്ക്ക് സമീപമാണ്. ഇത്രയും നേരം ഇരുവരെയും തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചിട്ട് അത് കണ്ടെത്താൻ നമ്മുടെ പോലീസ് സംവിധാനത്തിന് കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അത് നമ്മുടെ പോലീസ് സംവിധാനത്തിന്റെ വീഴ്ചയായി തന്നെ വിലയിരുത്തണം. പക്ഷേ ഈ സംഭവം അറിയുന്നത് ഒല്ലൂർ ലിമിറ്റിലെ പോലീസിന് ആദ്യം വിവരം ലഭിക്കുന്നത്. കാരണം ഈ റിജോയെ ഇറക്കി വിടുന്നത് ഒല്ലൂർ ലിമിറ്റിലാണ്. അങ്ങനെ ഒല്ലൂർ പോലീസിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ ദ്രുതഗതിയിലുള്ള നടപടികളിലേക്ക് നീങ്ങി. അങ്ങനെയാണ് ഈ തൊട്ടു പിന്നാലെ വന്ന വാഹനത്തിന്റെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചുകൊണ്ട് ഈ പ്രതികളെ കണ്ടെത്താനുള്ള ഒരു നീക്കം നടത്തുന്നത്. ഈ CCTV ദൃശ്യങ്ങൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർണായക തെളിവാണ് എന്നുള്ളത് തന്നെയാണ് പോലീസ് പറയുന്നത്. ആ നിർണായക തെളിവാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ദൃശ്യങ്ങളിൽ തന്നെ ഒരുപക്ഷേ ആ പ്രതികളെ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. എന്തായാലും ആരെയും അമ്പരപ്പിക്കുന്ന, നമ്മുടെ ദേശീയപാതകൾ സുരക്ഷിതമാണെന്ന് കരുതി രാത്രികളിൽ ഉൾപ്പെടെ നമ്മൾ സഞ്ചരിക്കുന്ന ദേശീയപാതയിലാണ് ഇത്തരത്തിൽ പട്ടാപ്പകൽ ഒരു കവർച്ച നടന്നിരിക്കുന്ന SKN. ഓക്കെ, സൂര്യ സജിയാണ് വിവരങ്ങൾ നൽകിയത്. ഈ പട്ടാപ്പകൽ ഇത്തരമൊരു അതിക്രമം നമ്മുടെ നാഷണൽ ഹൈവേയിൽ നടത്തിയ ആൾക്കാർ സഞ്ചരിച്ച വണ്ടിയുടെ നമ്പർ കാണുന്നുണ്ട്, രജിസ്ട്രേഷൻ നമ്പർ. അപ്പോൾ ഈ നമ്പർ അനുസരിച്ച്, ഈ നമ്പർ തെറ്റായ നമ്പറാണെന്നറിയില്ല. ഇനി ഇതിൻ്റെ പിന്നിൽ മറ്റെന്തെങ്കിലും വിവരമുണ്ടോ, ഇതൊക്കെ പോലീസ് അന്വേഷിക്കേണ്ട കാര്യമാണ്. അതേസമയം രാപകൽ ഭേദമന്യേ ആളുകൾ യാത്ര ചെയ്യുന്ന നാഷണൽ ഹൈവേയിലൊക്കെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാൻ ഒരിക്കലും പാടില്ല. അതുകൊണ്ട് തന്നെ ഒല്ലൂർ പോലീസായാലും ഏത് പോലീസുകാരായാലും ഇതിനെതിരെ നിശിതമായ നടപടികൾ എടുക്കണം എന്ന് എനിക്ക് മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിക്കാനുള്ള ഒരു കാര്യം. ഇത് മുഖ്യമന്ത്രി കാണുന്നില്ലെങ്കിൽ മുഖ്യമന്ത്രിയുമായി അടുത്ത ബന്ധങ്ങൾ അദ്ദേഹത്തിന് ഇത് കാണിച്ചു കൊടുക്കണം. ഇത്തരമൊരു അതിക്രമം നമ്മുടെ സംസ്ഥാനത്ത് ഒരു പബ്ലിക് റോഡിലും നടക്കാൻ പാടില്ല എന്നതുകൊണ്ട് തന്നെ ഇവരെ എത്രയും പെട്ടെന്ന് വിലങ്ങണിയിച്ച് കിടക്കാനുള്ള സ്ഥലം അങ്ങ് കാണിച്ചു കൊടുക്കണം. കാരണം നിയമപരമായ വഴികളിലൂടെ ഇവർക്ക് എത്ര കൊല്ലം വാങ്ങിച്ചു കൊടുക്കാം അത്രയും കൊല്ലം വാങ്ങിച്ചു കൊടുക്കാം. അത്രയും വലിയൊരു അതിക്രമമാണ് നമ്മുടെ നാഷണൽ ഹൈവേ നടന്നിരിക്കുന്നത്. കേരളം എന്ന് പറഞ്ഞാൽ വളരെ സമാധാനത്തോടെ ജീവിക്കുന്ന ഒരു നാടാണ്. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞാലും ഈ നാടിൽ ടൂറിസം വളരുന്നതും ഒക്കെ സമാധാനകാംക്ഷികളുടെ നാട് എന്ന പേരിലാണ്. അതിനെതിരെ ചോദ്യചിഹ്നം ഉയർത്തുന്ന, ഒറ്റപ്പെട്ടതാണെങ്കിൽ പോലും ചോദ്യചിഹ്നം ഉയർത്തുന്ന അക്രമകാരികളെ കയ്യാമം വയ്ക്കാൻ നമുക്ക് കഴിയണം എന്നുകൂടി ഞാൻ അങ്ങയോട് ഓർമ്മിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും അങ്ങ് ഇതിൽ നടപടിയെടുക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ.